ഫ്രണ്ട്സേ ധന്യാണേ. അപ്പോഴേ ഇന്ന് നമുക്ക് പിന്നെ നമ്മുടെ കടയിലത്തെ സ്പെഷ്യല് ഭക്ഷണം ഉണ്ടാക്കണ തിരക്കാണ്ടാ. ഇന്ന് നമ്മുടെ കടയിൽ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാലേ വാഴയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ. നല്ല വാഴയ്ക്ക ഉപ്പേരി, നാടൻ ഉപ്പേരിയാണ്. പിന്നെ കോളിഫ്ലവർ മസാലയാണ് കേട്ടോ. അത് ഒന്ന് റെഡി ആവണേ ഉള്ളൂ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതാ ചോറ്. ഇതാണ് ചോറ്. അടുപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. വിറക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ കച്ചവടം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വിറകൊക്കെ കുറച്ച് ബാങ്കിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതാണ് പട്ടത്തണ്ട് ഒന്നൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ കോളിഫ്ലവറിനുള്ള മസാലകൾ റെഡിയാക്കാൻ നിൽക്കണ്ട. അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. ഈ വഴി പോകുന്നവര് നമ്മുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ടു ഒറ്റപ്പാലം പോകുന്ന വഴിക്ക് കിഴക്കഞ്ചേരിക്കാവിലാണ്. അതേപോലെ ഒരു നേരത്തെ ഭക്ഷണം അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യാം കേട്ടോ. കാരണം ഒരു നേരത്തെ അന്നം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അന്നത്തിൻ്റെ നിങ്ങൾ തരുന്ന ആ ഒരു പൈസയ്ക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് പോകും. അതിൻ്റെ ഒപ്പം തന്നെ പാവപ്പെട്ടവരുടെ വിശപ്പും ഇല്ലാതാവും. അപ്പം അതിനൊക്കെ നിങ്ങളൊരു കാരണമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഇനി മീനൊന്ന് നേരാക്കണം. അപ്പോൾ നമ്മളിത് മീൻ നേരാക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് മത്തിയാണ് കറി. അല്ല, മത്തി പുളിയും വെക്കുന്നുണ്ട്, മത്തി വറുക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വരിക, ഭക്ഷണങ്ങൾ കഴിക്കാൻ വരിക. നല്ല മീൻ വറുത്തതോ നല്ല നാടൻ കറിയാണ്. ഒരിക്കൽ കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും കഴിക്കും. ഞാൻ വെറുതെ പറയുമെന്നല്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സേ, എല്ലാവരും ഫുഡ് കഴിക്കാൻ വരിക. ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. ഇനി ബാക്കി കറികളെല്ലാം റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടയിലുള്ള സ്പെഷ്യൽ മീൻചാറ്, കോഴി കുമ്പളങ്ങ, സാമ്പാർ, പിന്നെ മീൻ വറുത്തതുണ്ട്. പിന്നെ ഓംപ്ലേറ്റ് എന്ന് വെച്ചാൽ ഗ്യാസ് ഇത്തിരി പ്രശ്നമായതുകൊണ്ട് ഓംപ്ലേറ്റ് അങ്ങനെ ഇപ്പോൾ ഇടുന്നില്ല. അതല്ലാതെ പിന്നെ ഉപ്പേരികൾ 2 ഉപ്പേരി, ചമ്മന്തി, പിന്നെ ചൂടായതുകൊണ്ട് തൈരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ ഓർഡറും എൻ്റെ ജീവിതത്തിലേക്കുള്ള വഴിത്തിരിവ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും ഓർഡർ തന്നതിന്. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 പേരാണ് ഇന്നലെ ഓർഡർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഓർഡറുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഇതാ നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടാ. കോളിഫ്ലവർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഇതൊക്കെയാണ് സ്പെഷ്യൽ. കോളിഫ്ലവർ വാഴയ്ക്ക ഉപ്പേരി, കോളിഫ്ലവർ ഉപ്പേരി, മസാലക്കറി ഉണ്ട. മസാല ഒരുപാട് മസാലയല്ല, എന്നാൽ നാടൻ രീതിയിൽ വയ്ക്കണം നമ്മൾ. ഇല പോകാൻ ചോദിക്കാൻ വിളിക്കുന്നത്. ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടേ ശ്രീകൂട്ടിനെ സ്കൂളിൽ കൊണ്ട് വിടണം. ഇവിടെ കൊണ്ട് വിട്ട് സമയം വൈകി. സമയം 10:10. ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഓടി വന്നതാണ്. അയ്യാ ചതയ്ക്കുന്നു. എന്താ വെച്ചാലേ കുളിപ്പിക്കണം, റെഡിയാക്കണം, പിന്നെ ഇവിടെ കൊണ്ട് വിടണം. എന്താ ഗേറ്റ് അടക്കം ഇവിടെ പൂട്ടി. ഇനി പോയിട്ട് വേണം വെള്ളം എടുക്കാൻ. കടയിൽ വെള്ളം എടുക്കണം, പപ്പടം വാങ്ങാൻ പോകണം.
അങ്ങനെ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞ് ഇതാ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മളിത് ഫുഡ് കൊണ്ടു കൊടുക്കാൻ പോവാണ്. അപ്പം ആദ്യം നമ്മുടെ പിന്നെ കടൻ്റെ പരിസരത്തും വീടിൻ്റെ പരിസരത്തും കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർക്കാണ് നമ്മൾ ആദ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ കുറച്ചും കൂടെ ലോങ് ആയിട്ട് പോകുള്ളൂ. അപ്പോൾ എന്തായാലും ആദ്യം ഫുഡ് കൊടുക്കാൻ പോകുന്നത് ഒരു അമ്മയ്ക്കും, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒരു അമ്മയും മക്കളുടെയും കാര്യമായിട്ട്. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ഫുഡ് കൊടുക്കാൻ ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതവിടെ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. ബാക്കി ഞാനെന്തായാലും പിന്നെ കൊടുക്കുന്ന എന്തായാലും ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൈ കൊടുക്കുമ്പോൾ വേറൊരു കൈ അറിയാൻ പാടില്ല എന്നല്ലേ. അപ്പോൾ തന്ന ആളുകളുടെ ആഗ്രഹവും അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും പിന്നെ ഇത് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. ചേച്ചി ഇതായിട്ടോ, എന്താ അവിടെ ചോറ് വെക്കുന്നുണ്ട്. ചോറ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക്. ചേച്ചി അതിൻ്റെ ഉള്ളിലുണ്ട്.